ഹലോ. ഞാൻ ഇന്ന് ഒരു വീഡിയോ രണ്ടും ദിവസം കണ്ട് വിചാരിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. എന്നാലും എൻ്റെ മനസ്സിൽ വന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു ഇതിൽ ഞാനും ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അതിനകത്ത് ഒരു നായക്കുട്ടി, നായ മരിച്ചു പോയപ്പോൾ അവരുടെ വളരെയധികം സ്നേഹമുള്ളൊരു പെറ്റാണ്. ഞങ്ങൾക്കും പെറ്റ്സ് ഉണ്ട് കേട്ടോ. ആദ്യമേ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർഷൽ എന്ന് പറഞ്ഞൊരു പെറ്റ് ഇങ്ങനെ എനിക്ക് ചത്തുപോയപ്പോൾ എന്ന് പറയാൻ പോലും മടിയാണ്. ഹി ജസ്റ്റ് ലെഫ്റ്റ് അസ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം പോകുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്കും ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു അമ്മാവന് ഇതുപോലെ തന്നെ ഒരു ഡോബർമാൻ ഉണ്ടായിരുന്നു. ആ പെറ്റ് പോയപ്പോഴും ഹി കോൾഡ് എവ്രി വൺ ടു കം ആൻഡ് വിസിറ്റ് ദ പെറ്റ്, അങ്ങനെയൊക്കെ. അപ്പം നാട്ടിലുള്ളവർക്കൊന്നും അതൊന്നും അത്ര ആ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാനതിനിടയിൽ ഒരു കമൻ്റ് ഇട്ടു. എന്ന് വെച്ചാൽ അവരവിടെ ഭയങ്കര കരച്ചിലുമായിരുന്നു. ഇങ്ങനെ മാലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിയ ഇതില്ലേ, ഈ മനുഷ്യർക്ക് വെക്കുന്ന ഹാരവും അതും ഇതും കൊണ്ടുവന്ന് വെച്ച് വിളക്ക് കിണ്ടി പൂജ അങ്ങനെയൊക്കെ 2-3 ദിവസമൊക്കെ ആയിട്ട് അവർ ആ സിമെട്രിയിൽ പോയിട്ട് കരച്ചിലോട് കരച്ചിൽ. അതേപോലെ തന്നെ എനിക്കപ്പോൾ തോന്നി, അവരിങ്ങനെ ഇത്രയും ഇതൊക്കെ ചിലവാക്കുന്ന നേരത്തെ കുറേ ഡോഗ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നല്ല ഇങ്ങനെ സ്ട്രേ ഡോഗ്സിന് അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ. അവർക്ക് അവിടെ ഉള്ള ഷെൽട്ടറൊക്കെ ഉണ്ട് ഈ സിറ്റീസിലൊക്കെ. അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തൂടെ എന്ന് മാത്രം ഞാനൊന്ന് താഴെ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു, അത് പലരുടെയും ദുഃഖം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണെന്ന്. ശരിയാണല്ലേ. ഞാൻ അന്നേരം ചിന്തിച്ചു, ശരിയായിരിക്കാം, ഞാനെന്തിനാ അത് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ തിരുത്തി, ശരിയായിരിക്കാം, പക്ഷേ ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാനും വിചാരിച്ചു, ഞാനങ്ങനെ ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവരങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു പോയിന്റാണ് ഞാൻ ഈ പറയുന്നതിൽ. എൻ്റെ സ്നേഹം അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത്, അച്ഛൻ ഞങ്ങളോട് സംസാരിക്കുന്നതൊക്കെ പ്രത്യേക രീതിയിലായിരിക്കും. അത് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം എന്ന് പറയാനായിട്ട് എനിക്ക് അവകാശമുണ്ടോ? അവരിങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മദറിലോ എന്നെ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ പറ്റില്ല നമുക്ക് കേട്ടോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന മെസ്സേജസ് ആണ് കേട്ടോ. അവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല കൂടെ, എപ്പോഴും ഫോണിലാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചാറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ഫോൺ ചെയ്യുവാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല. ഈ ഇൻസ്റ്റഗ്രാം കാണും, അല്ലെങ്കിൽ യൂട്യൂബ് കാണും, പിന്നെ വാർത്താ ചാനൽ കാണും, ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. സംസാരിക്കാൻ നേരമില്ല. അതാണ് ഈ കുട്ടിയാണെങ്കിൽ ഇവിടെയാണ്, എന്താ പറയുക, ഒരു GCC കൺട്രിയിലാണ്. ഞാൻ കൺട്രിയുടെ പേര് പറയുന്നില്ല കേട്ടോ. അപ്പോൾ GCC കൺട്രിയിൽ ഒരെണ്ണത്തിലാണ്. അപ്പോൾ അതിൽ ജോലിക്കും പോകുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കുട്ടി എന്തോ ഓൺലൈനിൽ എന്തോ ചെയ്യുന്നുണ്ട്, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുക, ഇരിക്കുക. 2 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തെ ഡിപ്രഷൻ വെച്ചിട്ടാണ് ഈ മോൾ എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് നിങ്ങൾ വിവാഹം കഴിയുന്നതിന് മുമ്പേ കുറച്ച് നാൾ സംസാരിച്ചായിരുന്നു? ജസ്റ്റ് കുറച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം അത് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു, അതായിരിക്കും അദ്ദേഹത്തിൻ്റെ രീതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത് തന്നെയായിരിക്കും, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ലൈഫ്. നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഒരാളെ വാലിഡേഷൻ നോക്കുമ്പോഴുമാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് നിരാശ വരുന്നത്. നമ്മളെ തന്നെ മാറ്റാനേ നമുക്ക് സാധിക്കുള്ളൂ. 2 ദിവസം അവരോട് പറയായിരിക്കും, എന്നെ കൈ പിടിച്ച് നടക്കൂ, അവിടെ പോകാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പിടിച്ച് നടക്കാം. അവർ നമ്മുടെ കയ്യിൽ പിടിക്കില്ല, നമ്മൾ തന്നെ പിടിച്ച് നടക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ മദ്രാസിൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എപ്പോഴും എനിക്കങ്ങ് സ്വന്തമായിട്ട് ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു. ഞാനിങ്ങനെ കൈ പിടിച്ചേ ഞാൻ നടക്കുകയുള്ളൂ. എവിടെ പോയാലും ഞാനിങ്ങനെ പിടിക്കും. അപ്പോൾ അരവിന്ദിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് അന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യായിരുന്നു ആദ്യം. അപ്പോൾ ആ ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും വരും കേട്ടോ. ഇതുപോലെ തന്നെയായിരുന്നു, ഒരു പെങ്ങള് കൂടെ നടക്കുന്ന പോലെ തന്നെ ഇയാളും കൂടെ ഇങ്ങ് വരും എപ്പോഴും. അപ്പം എനിക്കതൊരു വല്ലാത്ത അസ്വസ്ഥത. അരവിന്ദിന് കുഴപ്പമൊന്നുമില്ല, അരവിന്ദിൻ്റെ ഫ്രണ്ടല്ലേ. പിന്നെ നമ്മൾ ബസ്സിലേക്കാണ് പോണേ, അതുകൊണ്ട് അറിയില്ല ഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയതാണ്, ജസ്റ്റ് മാരീഡാണ്. അപ്പം ഞാൻ എവിടെ ചെന്ന് നിൽക്കും, ഇവിടെ ഇങ്ങനെ അരവിന്ദിനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ലേ, കൈ തട്ടി കളഞ്ഞിട്ട് പറയണേ, അതെ ഇത് മദ്രാസാ, ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ മദ്രാസിന് എന്താ ഹസ്ബൻഡിന് തൊടാൻ പാടില്ല എന്നുണ്ടോന്ന് അന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളതാണ്. എനിക്ക് 23 വയസ്സുള്ളൂ കേട്ടോ ആ സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് പിടിച്ചിട്ട് നടക്കുക.
അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അല്ലാതെ അവർ വന്ന് പിടിക്കണം, നമ്മുടെ സ്വഭാവമായിരിക്കും അങ്ങനെ പിടിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും എല്ലാം. അപ്പോൾ അത് നമ്മൾ തന്നെ അങ്ങ് എക്സിബിറ്റ് ചെയ്താൽ പോരെ. അവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ ഇടയ്ക്ക് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കും ഓ പിന്നെ ഇത് കൂടിയതല്ല, എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ലൈഫ് എന്ന് വിചാരിച്ച് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ചിലർ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് മോഡിലായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. ഞാൻ കൗൺസിലിംഗ് ഒന്നും അല്ല കേട്ടോ പറയണേ, ഞാൻ മാരേജ് കൗൺസിലിംഗ് ഒന്നും അല്ല പറയണേ. പക്ഷെ മാരേജ് കൗൺസിലിംഗിന്റെ രൂപത്തിൽ ഇത് എടുത്തോളൂ. അനുഭവങ്ങളാണ് ഇവിടെ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലത്തെ ഓരോരോ അനുഭവങ്ങളായിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ കരയുന്ന രീതികൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ വിഷമം കാണിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലരും മിണ്ടാതിരുന്ന് കളയും. അരുന്ന് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഞാൻ ഓർക്കണം അയ്യോ പെട്ടല്ലോ എന്ന്. കാരണം പിന്നെ 3-4 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടായിട്ടിരിക്കും. എന്ത് മിണ്ടാൻ ചെന്നാലും എന്താ അങ്ങനെ കടിക്കുന്ന പോലെ കിട്ടും. അപ്പം ഞാനത് മനസ്സിലാക്കണമായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് മൈ ആറ്റിറ്റ്യൂഡ്. അതേ നിവൃത്തിയുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞത് കുറേശ്ശൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ ലൈഫൊന്നും ശരിക്കും മുമ്പോട്ട് പോകത്തില്ലെന്നേ. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മളും ഇങ്ങനെയാണ് അവരും ഇങ്ങനെയാണെന്ന്. സോ ഇറ്റ് വിൽ ഗോ സ്മൂത്ത്ലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാം. പെണ്ണ് പിടിക്കുന്നത്, അതായത് വുമനൈസിങ്, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നത്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ലിക്കർ അടിക്കുന്നത്, ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നത്, വീട് നോക്കാതിരിക്കുന്നത്, ജോലിക്ക് പോകാതിരിക്കുന്നത്, ഈ 5 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം യു ക്യാൻ മാനേജ്. അമ്മയെ പ്രൈസ് ചെയ്യുന്നു, അമ്മയുടെ കുട്ടിയായിട്ട് നടക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങളതൊന്നും വലിയ കാര്യമാക്കരുത്. അമ്മയുടെ കുട്ടിയായിട്ട് നടന്നോട്ടെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മയിൽ നിന്നും എന്തൊക്കെയാണോ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ ഈ ശാരീരിക അട്രാക്ഷൻ മാത്രമല്ലല്ലോ, ഫുഡ് വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, അവരെ കെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഈ ആൺകുട്ടികളുടെ ഇത്. അതാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 10-28 വയസ്സായ ഒരു കുട്ടീനെ നമ്മൾ ഇങ്ങോട്ടെടുത്ത് വളർത്താൻ നോക്കുന്ന പോലെ മിക്ക ആൺപിള്ളേരും. അങ്ങനെയുള്ള ആൺകുട്ടികൾ ഭാര്യയെ സ്നേഹിക്കുന്നേ ഇല്ല എന്നൊക്കെ പറയും എല്ലാവരും. ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര ഞാനൊരു പുരുഷനാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആരും പറയുന്ന കേൾക്കത്തില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ മീശ വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടാൽ മാത്രം പുരുഷനാവില്ല. ആ സ്ത്രീനെ കുറച്ച് സ്നേഹിക്കാനും കൂടെ നോക്കണം കേട്ടോ. അപ്പോഴാണ് സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത് വാങ്ങേണ്ടതാണ്. ഏത് രീതിയിലാണെന്നുള്ളത് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ തന്നെ എന്നെ സ്നേഹിക്കണം, എന്നെ എപ്പോഴും സിനിമയ്ക്ക് കൊണ്ടുപോകണം, എന്നെ എപ്പോഴും എനിക്ക് ഫുഡ് വാങ്ങി തരണം, എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം, അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തർ ഏത് രീതിയിലാണ് സ്നേഹിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇതാണല്ലേ അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതൊരു വലിയ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ പെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ണു തോന്നുന്നത്. ശരിയാണ്, പലരും പല രീതിയിലായിരിക്കും സ്നേഹത്തിനെ കാണുന്നത് അല്ലേ. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന രീതിയിലായിരിക്കണം എന്ന് ഒരിക്കലും നിഷ്കർഷിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞു മാത്രം, ഒരു കുഞ്ഞു വീഡിയോ ഇട്ടത് മാത്രം കേട്ടോ. ഓക്കെ ദെൻ, സീ യു ലേറ്റർ. പറയാൻ വന്ന കാര്യം, പെറ്റ്സിനെ ആണെങ്കിലും ഹസ്ബൻഡ്സിനെ ആണെങ്കിലും വൈഫ്സിനെ ആണെങ്കിലും സ്നേഹിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിധമായിരിക്കും എന്നാണ് എനിക്ക് ആ കമൻറ്റിൽ നിന്നും എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. ഞാൻ അതിൽ ഒരു എന്താ പറയണേ, ഒരു സോഷ്യൽ മെസ്സേജ് പോലെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും ശരിയല്ല. പെറ്റാണെങ്കിലും അവനവൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ അവരവരുടേതാണ് അല്ലേ. നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ അഭിപ്രായങ്ങൾ. എൻ്റെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഡിഫർ ചെയ്യുകയും ചെയ്യാം. അല്ല ചേച്ചി, ഹസ്ബൻഡൊക്കെ കുറച്ചും കൂടെ നമ്മളോട് സ്നേഹം കാണിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ ചിലരുടെ അടുത്തുനിന്ന്. ചില ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ ഒന്ന് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മറന്നു പോകും. ബിക്കോസ് അത് അവരുടെ നേച്ചറല്ല, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ കണ്ട രീതിയായിരിക്കില്ല. ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് നല്ല സ്ഥാനം കൊടുക്കുന്ന വീട്ടിലെ മക്കൾ എപ്പോഴും ഭാര്യമാർക്കും സ്ഥാനം കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറിയ അറിവായിരിക്കാം കേട്ടോ. അല്ലാതെ അമ്മയെ മാത്രം, ചില അമ്മമാരെ ഒരുപാട് സ്നേഹിക്കുന്ന പുരുഷന്മാർ, ആ അമ്മമാർ നല്ലതല്ലെങ്കിലാണ് ഈ പുരുഷന്മാർ ഭാര്യമാരോട് എതിർക്കാൻ വരുന്നത്. ആ അമ്മയൊന്ന് നല്ലതാണെന്ന് ആലോചിച്ച് നോക്കിയേ. മോനെ അവളെ അവിടെ കൊണ്ടുപോയിക്കോളൂ, അമ്മ വരുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു അമ്മ എന്തായിരിക്കും അല്ലേ. അങ്ങനത്തെ അമ്മമാരും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു അമ്മായിമ്മ ആയേനെ. അപ്പം എല്ലാവരും എന്നെ നോക്കി ചിരിച്ചിട്ട് പറയാ ആൺമക്കളില്ലാത്തതുകൊണ്ടല്ലേ. അല്ല, എൻ്റെ വീട്ടിലാണ് എൻ്റെ മരുമകൻ വന്ന് താമസിക്കുന്നതെങ്കിൽ ഞാൻ അവരുടെ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് പഠിക്കണ്ടേ, അത് ഞാൻ അറിയണ്ടേ അല്ലേ. എനിക്ക് അറിയില്ലല്ലോ ഇപ്പം ഇന്നത്തെ കാലത്ത് ആരൊക്കെ എവിടെയൊക്കെയാണ് ജീവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, ആരാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് എന്താ പറയുക, ഇതിങ്ങനെ
തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ മോളെ 2 വർഷമേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ കയറി ഇങ്ങനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ, കാരണം അയാൾക്ക് കുറച്ചൊരു 10 വയസ്സ് വ്യത്യാസമുണ്ട്. ഈ കുട്ടിക്ക് 25, അങ്ങേർക്ക് 35 അങ്ങേര് ഭയങ്കര മെച്ചുവേർഡ് ആയിരിക്കും, മനസ്സിലായില്ലേ. പിന്നെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനുള്ള പ്രാപ്തി വന്ന മനുഷ്യനായിരിക്കും. ഈ കുട്ടീനെ ചെറുതല്ലേ, അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കണമെന്ന് അങ്ങേർക്ക് തോന്നുന്നുണ്ടാവില്ല. നീ കൊച്ചല്ലേ, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം കൊടുത്ത് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തം അടുത്തേക്ക് വരും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അല്ലാതെ ഇയാൾ ശരിയല്ല, എൻ്റെ കൈ പിടിച്ച് എനിക്ക് മരം ചുറ്റി പ്രേമം ചെയ്യണ ആളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് അതായത് 2ാം വിവാഹം കഴിക്കാനൊക്കെ ഈ കാരണം കൊണ്ടൊക്കെ ആൾക്കാർ പോയാലുണ്ടല്ലോ, എന്നാൽ പിന്നെ ഡൈവോഴ്സ് കോടതി, ഫാമിലി കോടതി മുഴുവനും ഫ്ലഡഡ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ പീഡന കേസുകളും അല്ലെങ്കിൽ ഭാര്യ അടിക്കുന്ന കേസുകളും ഡ്രങ്ക് കാർഡ്സിൻ്റെ കേസുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോബഡി ഷുഡ് എന്താ പറയുക, ഷുഡ് ഗോ ഫോർ ഡിവോഴ്സ് ഓർ സെപ്പറേഷൻ ജസ്റ്റ് ഫോർ ദിസ് ട്രിവിയൽ റീസൺസ്. അതായത് ബാലിഷ്യമായുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇത് വലിയ കാര്യമാണെന്ന് ചിലപ്പോൾ ചിലരൊക്കെ പറയുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കണ്ണിലും എൻ്റെ നോട്ടത്തിലും ഒരു വക്കീൽ എന്ന രീതിയിലും ദിസ് ഇസ് നോട്ട് എന്താ പറയുക, ഒരു ബ്രേക്കിംഗ് ഓഫ് മാരേജിനുള്ളൊരു റീസൺ ആയിരിക്കരുത് അല്ലേ. വാട്ട് ഡു യു തിങ്ക്? എന്നെ കേൾക്കുന്നവർക്ക് അത് ഒരേ രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കാം അല്ലേ. കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഡിഫർ ചെയ്യുമായിരിക്കും. സോ ബൈ, ടുമോറോ ഐ വിൽ കം ബാക്ക് അഗൈൻ.